الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين وأشهد أن محمدا عبده ورسوله خاتم الأنبياء والمرسلين صلى الله عليه وعلى آله وأصحابه وأتباعه بإحسان إلى يوم الدين أما بعد. സഹോദരങ്ങളെ, നമ്മൾ കുറച്ച് ദിവസങ്ങളായി ഇഖ്ലാസുമായി ബന്ധപ്പെട്ട സലഫു സ്വാലിഹിൻ്റെ മുൻഗാമികളായ മഹാന്മാരുടെ ചില വാക്കുകൾ, അസറുകൾ ആയിരുന്നു വായിച്ചത്. അതിന് തുടർച്ചയായി ഏതാനും അസറുകൾ കൂടി ഈ ബാബിൽ ബാക്കിയുണ്ട്. അത് നമുക്ക് ഇന്ന് വായിക്കാം. അനിൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് അന്നഹും മശൗ ഖൽഫഹു. ഇമാം അഹ്മദ് അദ്ദേഹത്തിൻ്റെ കിതാബു സുഹുദിൽ ഉദ്ധരിച്ച സംഭവമാണ്. ഇമാം ഹസൻ അൽ ബസ്രിയുടെ പിറകെ കുറേ ആളുകൾ നടക്കുകയുണ്ടായി. ഫൽതഫത്ത ഇലൈഹിം, അദ്ദേഹം അവരിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, ഫഖാല റഹിമക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാ യംബഗി ഹാദാ, ഇങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ മുൻഗാമികൾ പ്രശസ്തി അങ്ങേയറ്റം പേടിച്ചിരുന്നു. അതിനുള്ള കാരണം, പ്രശസ്തി എന്ന് പറയുന്നത് ഇഖ്ലാസ് ഇല്ലാതാക്കാനുള്ളൊരു സബബാണ്. ഇഖ്ലാസ് ഇല്ലാതാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരങ്ങേയറ്റം അത് പേടിച്ചിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. അൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാ ഖാല, ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാ, അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഉഹ്റുബു മിനൻ നാസി കഹറബിക്കും മിനസ് സബ്ഇ ദ്വാരി. ജനങ്ങളിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് പേടിച്ചോടേണ്ടത്, പേടിച്ചകലേണ്ടത്? കഹറബിക്കും മിനസ് സബ്ഇ ദ്വാരി, കടിക്കുന്ന, നമ്മെ കൊന്നുകളയുന്ന ഒരു വന്യമൃഗത്തെ പേടിച്ചോടുന്നത് പോലെ, ഒരു സിംഹമോ കടുവയൊക്കെ പിന്നാലെ കൂടിയാൽ ഓടുന്നത് പോലെ നിങ്ങൾ ഓടണം. എന്ന് പറഞ്ഞാൽ ജനങ്ങളുമായി ഇടപഴകിയാൽ കുറേ ഷെറുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അത് പെട്ടതാണ് റിയാ. നമ്മളൊരാളെ പരിചയപ്പെട്ടു, അല്ലെങ്കിൽ കുറേ ആളുകൾ നമ്മെ അറിയാൻ തുടങ്ങി. അങ്ങനെ ആകുമ്പോൾ എവിടെ ചെന്നാലും നമ്മെ ബഹുമാനിക്കുന്ന ആളുകളുണ്ടാകും. അങ്ങനെ ആയാൽ അവരുടെയൊക്കെ മുമ്പിൽ ആ ബഹുമാനം നിലനിർത്താൻ വേണ്ടി നമ്മൾ നന്നായി പെരുമാറും, ഇബാദത്തുകൾ കൂടുതൽ ഭംഗിയാക്കും. അതിനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു വന്യമൃഗത്തെ പേടിക്കുന്നത് പോലെ ജനങ്ങളെ നിങ്ങൾ പേടിക്കുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വലാ തഖല്ലഫു അനിൽ ജുമുഅത്തി വൽ ജമാഅ, പക്ഷെ നിങ്ങൾ ജുമയും ജമാഅത്തും ഒഴിവാക്കേണ്ടതില്ല. എന്ന് പറഞ്ഞാൽ അത് മാത്രം നിലനിർത്തിയാൽ മതി, ബാക്കി ആളുകളുമായി പരമാവധി അകലുക. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സലഫു സ്വാലിഹ്യങ്ങളുടെ അസറുകൾ വായിക്കുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്, ഉലുവില് പെടാൻ പാടില്ല. അത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതാണ്. മുൻഗാമികളുടെ അസറുകൾ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് സുഹൃത്തുമായി ബന്ധപ്പെട്ട, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഇഖ്ലാസുമായി ബന്ധപ്പെട്ട അവരുടെ വാക്കുകൾ, സംഭവങ്ങളൊക്കെ വായിക്കുമ്പോൾ ചില സംഭവങ്ങൾ അത് ഉലുവിൻ്റെ പരിധിയിൽ വരുന്നതായിരിക്കും. ഉലുവിൻ്റെ പരിധിയിൽ പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സുന്നത്തിൻ്റെ പരിധി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അത് സൂക്ഷിക്കണമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ജുമുഅയും ജമാഅത്തും ഒഴിവാക്കരുത് എന്ന് അതുകൊണ്ടായിരിക്കാം അദ്ദേഹം പറഞ്ഞത്. ജനങ്ങളിൽ നിന്ന് അകലുക എന്ന് പറയുമ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരാൾ ഫർളായ കാര്യങ്ങൾ ഒഴിവാക്കാൻ തുടങ്ങിയാലോ അത് ശരിയല്ല. അടുത്തതായി അദ്ദേഹം തന്നെ പറഞ്ഞ മറ്റൊരു വാക്കാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. ഇമാം അബൂ നുഐം അൽ അസ്ഫഹാനി ഹില്യത്തുൽ ഔലിയയിൽ ഉദ്ധരിക്കുകയാണ്. ഇബ്രാഹിം ഇബ്നു അദ്ഹം പറഞ്ഞു, ലം യസ്ദുഖില്ലാഹ മൻ അഹബ്ബ ശുഹ്റ. അവരുടെയൊക്കെ ജീവിതത്തിലെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതായിരിക്കും. ലം യസ്ദുഖില്ലാഹ, അള്ളാഹുവിനോട് സിദ്ഖ് കാണിച്ചിട്ടില്ല, അള്ളാഹുവിനോട് ആത്മാർത്ഥത ഇല്ലാത്തവനാണ് ആര്? മൻ അഹബ്ബ ശുഹ്റ, പ്രശസ്തി ആഗ്രഹിച്ചവൻ. താൻ അറിയപ്പെടണം, നാട്ടുകാരെന്നെ അറിയണം എന്നൊരാൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവനും അള്ളാഹുവും തമ്മിലുള്ള ഇടപാടിൽ, ഇബാദത്തുകളിൽ അവന് സിദ്ഖുണ്ടാവുകയില്ല. സിദ്ഖോടുകൂടി ഇബാദത്ത് ചെയ്യുന്ന ഒരാളുടെ ലക്ഷണം പ്രശസ്തി ഭയപ്പെടുക എന്നുള്ളതാണ്. ഖാല ബിശ്ർ ഇബ്നുൽ ഹാരിസ് റഹിമഹുല്ലാ, ലാ അഅലമു റജുലൻ, എനിക്ക് ഒരാളെയും അറിയില്ല, എൻ്റെ പരിചയത്തിൽ ഉള്ള ആളുകളുടെ ഒക്കെ അവസ്ഥ എന്താണ്? അഹബ്ബ അൻ യുറഫ, പ്രശസ്തി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാ ദഹബ ദീനുഹു, അവൻ്റെ ദീൻ നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. പ്രശസ്തി നേടാനുള്ള മാർഗങ്ങൾ ഒരാൾ അന്വേഷിക്കാൻ തുടങ്ങിയാൽ, അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള അനുഭവം, എൻ്റെ സുഹൃത്തുക്കളായിട്ട്, എൻ്റെ പരിചയത്തിലുള്ള ആളുകളായിട്ട് ആരൊക്കെ പ്രശസ്തി നേടാൻ ശ്രമിച്ചിട്ടുണ്ടോ, ഇല്ലാ ദഹബ ദീനുഹു, അവൻ്റെ ദീൻ നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. കാരണം പിന്നെ ആ പ്രശസ്തി നിലനിർത്താൻ വേണ്ടി ആളുകൾ കാണിക്കും, അങ്ങനെ നിഫാഖ് ഉണ്ടാകും. അതുപോലെ തന്നെ ആ പ്രശസ്തിയെ ബാധിക്കുമെന്ന് തോന്നിയാൽ പറയേണ്ട ഹക്ക് പറയാതിരിക്കും, ബാത്തിലിനെ പിന്തുണക്കേണ്ട അവസ്ഥ ഉണ്ടാകും. അങ്ങനെ അവരുടെ ദീൻ നശിച്ചു പോകും. വഫ്തളഹ്, അവർ വഷളാവുകയും ചെയ്യും. വഖാല, അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നു, ലാ യജിദു ഹലാവത്തൽ ആഖിറ, ആഖിറത്തിന്റെ മധുരം അനുഭവിക്കുകയില്ല. റജുലുൻ യുഹിബ്ബു അൻ യഅരിഫഹു നാസ്, ജനങ്ങൾ തന്നെ അറിയണം എന്ന് ആഗ്രഹിച്ച ഒരാൾ ആഖിറത്തിന്റെ മധുരം അനുഭവിക്കുകയില്ല. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അത് ആൾക്കാരറിയണം, അത് പ്രശസ്തമാകണം, ആ പ്രവൃത്തി നാലാൾ അറിയണം എന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ
യഥാർത്ഥത്തിൽ വലിയ നഷ്ടമാണ്. അതിന് പ്രതിഫലവും നഷ്ടപ്പെട്ടു. ദുനിയാവിൽ പോലും ഈ ഒരു പ്രശസ്തി കൊണ്ട് കിട്ടുന്നതിനേക്കാൾ വലിയൊരു ഹലാവത്ത്, ആസ്വാദനം ആഖിറത്തിന് വേണ്ടി അമൽ ചെയ്താൽ കിട്ടും. അതും നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അൻ അബ്ദുസ്സമദ് ബിൻ അബ്ദുൽ വാരിസ് റഹിമഹുല്ലാ ഖാല കാന ഹൗഷബ് റഹിമഹുല്ലാ യബ്കി. ഇമാം ഹൗഷബ് റഹിമഹുല്ലാ അദ്ദേഹം കരയുമായിരുന്നു. എന്നിട്ട് പറയും, എന്താണ് കരയാനുള്ള കാരണം? വയഖൂലു, അദ്ദേഹം പറയും, ബലഗ ഇസ്മി മസ്ജിദൽ ജാമിഅ, എൻ്റെ പേര് ഈ നാട്ടിലെ ജുമാ നടക്കുന്ന പള്ളി വരെ എത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ജുമാ നടക്കുന്ന പള്ളികൾ കുറവായിരിക്കും, 5 നേരത്തെ നമസ്കാരം നടക്കുന്ന പള്ളികൾ ധാരാളം ഉണ്ടാകും. അങ്ങനെ കുറേ പള്ളികൾ കൂടിയിട്ടാണ് ഒരു ജുമാത്ത് പള്ളി ഉണ്ടാവുക. അപ്പോൾ ഈ ചെറിയ പള്ളിയൊക്കെ കഴിഞ്ഞ് ആ ജുമാ നടക്കുന്ന പള്ളി വരെ എൻ്റെ പേര് ആളുകൾ പറയാൻ തുടങ്ങി എന്ന് പറഞ്ഞ് അദ്ദേഹം കരയുമായിരുന്നു. ഖാല റജുലുൻ ലിബിശ്ർ ബിൻ ഹാരിസ്, ബിശ്ർ ബിൻ ഹാരിസിനോട് ഒരു മനുഷ്യൻ പറഞ്ഞു, ഔസിനി, എനിക്ക് ഒരു വസിയത്ത് വേണം, ഒരു ഉപദേശം വേണം. നമ്മൾ പലപ്പോഴായിട്ട് ഈ കിതാബിൽ കണ്ടിട്ടുണ്ട് സലഫു സ്വാലിഹ്യങ്ങൾ പരസ്പരം ഉപദേശം ചോദിക്കുന്നത്. വലിയ വലിയ ഇമാമിയങ്ങൾ വരെ പരസ്പരം ഉപദേശം ചോദിക്കുന്നതും അതുപോലെ അവർ ഉപദേശിക്കുന്നതും. അതുപോലെ തന്നെ ഉപദേശിക്കാൻ നേരിട്ട് കണ്ടുകിട്ടിയിട്ടില്ലെങ്കിൽ എഴുത്തയക്കുമായിരുന്നു. എഴുതുന്ന കാര്യം എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞു, അസ്ലിഹ് ശരീറത്തക്ക, നിന്റെ രഹസ്യം നീ നന്നാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പരസ്പരം ഉപദേശിക്കുമായിരുന്നു. അത് ആഖിറത്തിന് അവർ അത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്. നമ്മളിപ്പോൾ ദുനിയവിയായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം, ഒരു ദുരന്തം ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണ്, ഒരു വിവരം പുതിയത് കിട്ടിയാൽ നമ്മൾ അറിയിക്കും, നമ്മൾ മെസ്സേജ് അയച്ചിട്ടും മറ്റൊക്കെ അറിയിക്കും. പക്ഷെ ആഖിറത്തിന്റെ കാര്യം, നമ്മുടെ സുഹൃത്തുക്കളുടെ അവസ്ഥ എന്താണ് എന്ന കാര്യത്തിനെ കുറിച്ച്, നമ്മുടെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കുന്നവനെ മറ്റുള്ളവർക്ക് ചിന്തിക്കുള്ളൂ. അങ്ങനെ ചിന്തിച്ചതുകൊണ്ടാണ് അവർ ആ കാര്യം പരസ്പരം പറയാൻ വേണ്ടി, ഉപദേശിക്കാൻ വേണ്ടിയിട്ട് എഴുത്ത് പോലും എഴുതുമായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തോട് ഒരാൾ ഉപദേശിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഖാല അഹ്മിൽ ദിക്റക വതയ്യിബ് മത്അമക. 2 ഉപദേശങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട, ഒരാളുടെ ജീവിതം നന്നാക്കുന്ന, ഒരാളുടെ ദീന് സംരക്ഷിക്കാൻ വളരെയധികം സഹായമാകുന്ന 2 കാര്യങ്ങൾ. അഹ്മിൽ ദിക്റക, നിന്റെ പ്രശസ്തി, നിന്റെ പേര് അത് നീ അടക്കി വെക്കുക, നിന്നെ ആളുകൾ അറിയാത്തൊരവസ്ഥ ഉണ്ടാക്കുക, അപ്രശസ്തനാവുക. വതയ്യിബ് മത്അമക, ഭക്ഷണം നന്നാക്കുക, കഴിക്കുന്ന ഭക്ഷണം ഹലാലാക്കുക. കാരണം ഇത് 2 ചെയ്താൽ ഒരാളുടെ ദീൻ രക്ഷപ്പെടും. പ്രശസ്തി കുറഞ്ഞാൽ ഇഖ്ലാസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പ്രശസ്തി ആഗ്രഹിക്കാത്ത ഒരാൾ, അയാൾക്ക് ഇഖ്ലാസ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇഖ്ലാസാണ് എല്ലാ ഇബാദത്തിൻ്റെയും അടിസ്ഥാനം. അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഇഖ്ലാസ് വേണം. ഭക്ഷണം നന്നായാൽ എന്താണ് ഗുണം? ഭക്ഷണം നന്നാവുക എന്നുള്ളത് ഒരാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സബബാണ്. ഹദീസിൽ കാണാം, കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി. ഹറാമ് തന്നിട്ടുണ്ടായ ഇറച്ചി, തടി നരകത്തിനുള്ളതാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളോട് കൽപ്പിച്ചിട്ടുള്ളതാണ്, യാ അയ്യുഹർ റസൂലു കുലൂ മിനത് തയ്യിബാതി വഅമലു സാലിഹ. മുർസലീങ്ങളെ വിളിച്ചിട്ട് അള്ളാഹു പറയുകയാണ്, നിങ്ങൾ ഹലാൽ തിന്നണം, അമലു സാലിഹാത്ത് ചെയ്യണം. പണ്ഡിതന്മാർ പറയുന്നത് ഇത് 2 കൂടി ഒന്നിച്ച് പറയാൻ കാരണം എന്താണ്? ഹലാൽ തിന്നുന്നതും അമലു സാലിഹാത്ത് ചെയ്യാനുള്ള തൗഫീഖും തമ്മിൽ ബന്ധമുണ്ട്. ഒരാളുടെ ഭക്ഷണം എത്രത്തോളം ഹലാലാകുന്നുവോ അതിനനുസരിച്ച് അവന് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് ഉണ്ടാകും, അവൻ്റെ അമൽ നന്നായി വരും. അതുപോലെ തന്നെ ദുആക്ക് ഉത്തരം കിട്ടും. നമുക്കറിയാവുന്നതാണ്, ഒരാൾ യാത്രക്കാരൻ വളരെയധികം താഴ്മയായി കൈ ഉയർത്തി ദുആ ചെയ്തിട്ട് അള്ളാഹു സ്വീകരിച്ചിട്ടില്ല. കാരണം എന്താണ്? മത്അമുഹു ഹറാം, അവൻ്റെ ഭക്ഷണം ഹറാമാണ്. മറ്റൊരു ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബി ഉപദേശിച്ചതായിക്കാണ്, അത്ഇബ് മത്അമക യുജബ് ദഅവതുക, നീ നിന്റെ ഭക്ഷണം ഹലാലാക്കുക, നിന്റെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടും എന്ന് ഉപദേശിച്ചതായിക്കാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട 2 വിഷയങ്ങളാണ്. عن خالد بن معدان رحمه الله أنه كان إذا كثرت حلقته قام مخافة الشهرة. ഇമാം ഖാലിദ് ബിൻ മഅദാൻ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സദസ്സിൽ ആൾ കൂടിയാൽ എഴുന്നേറ്റ് പോകുമായിരുന്നു. ഇത് നിരവധി സലഫുകളുടെ ജീവിതത്തിൽ കാണുന്ന സംഭവമാണ്. പക്ഷേ അത് ശരിയാണോ? അത് യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് സലഫു സ്വാലിഹ്യങ്ങളുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ നമുക്ക് 2ആയി തിരിക്കാൻ പറ്റും. ഒന്ന്, അവർ ഉദ്ദേശിച്ചുകൊണ്ട് ഇത് ശരീഅത്തിൽ കൽപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ് എന്ന അടിസ്ഥാനത്തിൽ ചെയ്ത പ്രവൃത്തികളുണ്ടാകും. അത് നമുക്ക് തെളിവാണ്, അത് നമുക്ക് ഇത്തിബാ ചെയ്യണം. സലഫുകളുടെ ചരിത്രം വായിക്കുമ്പോൾ എല്ലാം നമ്മൾ ഇത്തിബാ ചെയ്യാനുള്ളതല്ല. ഉലമാക്കൾ പറയുന്നതാണ്, സലഫുകളുടെ എല്ലാ വാക്കും എല്ലാ പ്രവൃത്തിയും നമുക്ക് ഇത്തിബാ ചെയ്യാനുള്ളതല്ല. അതിൽ ഇത്തിബാ ചെയ്യേണ്ടത് എന്താണ്? അവർ ഉദ്ദേശിച്ച് ചെയ്ത പ്രവൃത്തികളുണ്ടാകും. ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോവുകയാണ്, ഇതിനെനിക്ക് പ്രതിഫലം കിട്ടണം, ഇത് ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ടതാണ് എന്ന അടിസ്ഥാനത്തിൽ ചെയ്ത കാര്യങ്ങളുണ്ടാകും. ഉദാഹരണത്തിന് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ കരയുക എന്നുള്ളത് അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. ഖുർആനിൽ നിരവധി ആയത്തുകളുണ്ട്. ഖുർആൻ ഓതുന്നത് കേട്ടാൽ സ്വാലിഹ്യങ്ങളായ അള്ളാഹുവിൻ്റെ യഥാർത്ഥ വിശ്വാസികൾ അവർ കരയും, സുജൂദ് ചെയ്യും എന്നതൊക്കെ നിരവധി ആയത്തുകൾ സ്ഥിരപ്പെട്ട കാര്യമാണ്. അതുപോലെ ഹദീസുകളുണ്ട്. എന്നാൽ ഖുർആൻ ഓതുമ്പോൾ ബോധം കെട്ട് വീഴുക എന്നുള്ളതോ
അത് സലഫുകളുടെ ചരിത്രത്തിൽ നിരവധി സംഭവങ്ങൾ കാണാൻ പറ്റും. പക്ഷെ അള്ളാഹും റസൂലും കൽപ്പിച്ചതാണോ? അല്ല. അത് ഇത്തിബാ ചെയ്യാൻ പാടില്ല. ബോധം കെടണമെന്നൊരാഗ്രഹം അതുണ്ടാകാൻ പാടില്ല. ഇപ്പം അടുത്ത കാലത്തായിട്ട് പറയുന്നത് കേട്ട് നമ്മുടെ ഈ NLP അതിൻ്റെ ആൾക്കാർ അവർ പല തട്ടിപ്പുകളുണ്ട് അവരുടെ അടുത്ത്. അതിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നൊരു കാര്യമാണ്, പിന്നെ ദീനിയായിട്ട് ആളുകളെ കൂടി പിടിക്കാൻ വേണ്ടിയിട്ട് നമസ്കാരത്തിൽ ഖുശൂ കിട്ടാനുള്ള കോഴ്സ്. അതിൻ്റെ ഒരാൾ പറയുന്നതാണ്, അത് കേട്ട് കഴിഞ്ഞാൽ ആ ക്ലാസ്സിൻ്റെ ഫസ്റ്റത്തെ കോഴ്സ് കഴിഞ്ഞാൽ നമസ്കാരത്തിൽ കരയും. അടുത്ത ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ബോധം കെട്ട് വീഴും. അപ്പോൾ ബോധം കെട്ട് വീഴാൻ ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ സലഫു സ്വാലിഹ്യങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ശരി തന്നെയാണ്. അത് അവർ ഉദ്ദേശിച്ചതല്ല, എനിക്കിന്ന് ബോധം കെടണമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതല്ല. അത് ഹാലുൻ ഗാലിബ, അവരുടെ നിയന്ത്രണത്തിനപ്പുറത്ത് ഉള്ള സംഭവമാണ്. ഖുശൂ ആണ് മനസ്സിലുള്ളത്, പക്ഷെ ബോധം കെടുക എന്നുള്ളത് അവരുടെ നിയന്ത്രണത്തിൽപ്പെട്ട കാര്യമല്ല. അത്തരം സംഭവങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? അതിൻ്റെ പിന്നിലുള്ള ഈ ഖുശൂവിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അല്ലാതെ അതുപോലെ ബോധം കെടണം എന്ന് നമ്മൾ ആഗ്രഹിക്കാനോ അതിനെ ശ്രമിക്കാനോ പാടില്ല. അപ്പോൾ ഈ എഴുന്നേറ്റ് പോകുക എന്നുള്ളത് അള്ളാഹു റസൂൽ കൽപ്പിച്ചതാണോ? സദസ്സിൽ ആൾ കൂടിയാൽ പഠിപ്പിക്കരുത്, സദസ്സ് പിരിച്ചുവിടണം എന്നുള്ളത് അത് ഖുർആനിലും സുന്നത്തിലും കാണുന്ന കാര്യമല്ല. പക്ഷെ അവർ എഴുന്നേറ്റ് പോകാനുള്ള കാരണം എന്താണ്? അവരുടെ പിന്നിലുള്ളത് ഇഖ്ലാസാണ്. ഇത്രയും ആളുകൾ കൂടിക്കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ റിയാ വരുമോ എന്നുള്ള പേടി, ആ പേടി നമുക്ക് മാതൃകയാണ്. പക്ഷെ അത് അവർ പ്രയോഗിച്ച രീതി, അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുക എന്നുള്ളത്, അതും അവരെപ്പോലെ നമ്മളറിയാതെ എഴുന്നേറ്റ് പോയാൽ നമ്മൾ കുറ്റക്കാരാവില്ല. പക്ഷെ നമുക്ക് മാതൃക ഖൈറുൽ ഹദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പോയിട്ടില്ല. പക്ഷേ സലഫുകളുടെ ജീവിതത്തിൽ നിരവധി ആളുകളുടെ ചരിത്രത്തിൽ ഈ സംഭവം അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽപ്പെട്ട ആളാണ് ഖാലിദ് ബിൻ മഅദാൻ. അതുപോലെ അടുത്ത അസർ കാണാം അബുൽ ആലിയ, താബിഇയായ പണ്ഡിതനാണ്. അൻ അബുൽ ആലിയ റഹിമഹുല്ലാ, മുമ്പ് പറഞ്ഞതാണ്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ ശിഷ്യനാണ്. ആദ്യം അടിമയായിരുന്നു, പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയും സ്വാതന്ത്ര്യം നേടുകയും ചെയ്ത് ഖുർആൻ പഠിച്ച് വലിയൊരു ഖാരിആയി മാറി. അദ്ദേഹം ഒരിക്കൽ ഒരു സദസ്സിലിരിക്കുമ്പോൾ, ഉമർ റളിയല്ലാഹുവിന്റെ സദസ്സിൽ ഇദ്ദേഹം കട്ടിൽമേലിരിക്കുന്നുണ്ട്. കട്ടിൽ എന്ന് പറഞ്ഞാൽ പിന്നെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ആളായിരിക്കും സദസ്സിൽ കട്ടിൽമേലിരിക്കുക, ബാക്കിയുള്ള ആൾക്കാർ നിലത്താണ്. അപ്പോൾ ചില ആളുകൾക്ക് ഒരു വിഷമം തോന്നി. കാരണം സദസ്സിലിരിക്കുന്ന പ്രമുഖന്മാരായ ആളുകളുണ്ട്, ഒരു പക്ഷേ സഹാബത്തോ താബിയങ്ങളായിരിക്കും, ഏറ്റവും കുറഞ്ഞത് താബിയങ്ങളായിരിക്കും. ഇദ്ദേഹം അടിമയായിരുന്നു. അദ്ദേഹം കട്ടിലിൻ്റെ മുകളിൽ ഉമർ റളിയല്ലാഹുവിന്റെ അടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹു പറഞ്ഞതാണ്, ഇൽമ് എന്ന് പറഞ്ഞാൽ അത് അടിമകളെ കട്ടിലിന് മുകളിൽ കയറ്റിയിരുത്തുന്ന സാധനമാണ് ഇൽമ് എന്ന് അവരുടെ മുഖത്ത് പ്രകടമായപ്പോൾ ഉമർ റളിയല്ലാഹു അവർക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. അബുൽ ആലിയ റഹിമഹുല്ലാ അദ്ദേഹം അന്നഹു കാന ഇദാ ജലസ ഇലൈഹി അക്സറു മിൻ 3, മൂന്നിലധികം ആളുകൾ, 4 ആൾ ആയി കഴിഞ്ഞാൽ ഖാമ, അദ്ദേഹം ദർസ് അവസാനിപ്പിക്കുമായിരുന്നു. അത് മുൻഗാമികളും പിൻഗാമികളായിട്ടുള്ള ആളുകളുടെ ചരിത്രത്തിലും കാണാൻ സാധിക്കും. ചില ഉലമാക്കൾ, ആധുനികരായ ചില പണ്ഡിതന്മാരുടെ ജീവിതത്തിൽ തന്നെ അങ്ങനെയുള്ള സംഭവങ്ങൾ വായിച്ചിട്ടുണ്ട്. അൻ അയ്യൂബ് സഖ്തിയാനി റഹിമഹുല്ലാ ഖാല മാ സദഖല്ലാഹു അബ്ദുൻ, ഒരു അടിമ അള്ളാഹുവിനോട് സിദ്ഖ് കാണിച്ചാൽ, അള്ളാഹുവിനോട് ആത്മാർത്ഥത കാണിച്ചാൽ അതിൻ്റെ അടയാളം പറയാണ്. നമ്മുടെ മനസ്സിൽ സിദ്ഖുണ്ടോ? നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരം, നോമ്പ്, ഇൽമ പഠിക്കുന്നത്, പഠിപ്പിക്കുന്നത്, ഇതിലൊക്കെ നമുക്ക് ആത്മാർത്ഥതയുണ്ടോ എന്ന് അറിയാനുള്ള ഒരു അലാമത്ത് പറയുകയാണ്. ഒരാൾക്ക് അള്ളാഹുവിനോട് ആത്മാർത്ഥത തോന്നിക്കഴിഞ്ഞാൽ, സിദ്ഖുണ്ടായി കഴിഞ്ഞാൽ, ഇല്ലാ സറഹു അല്ലാ യുശ്അറ ബിമക്കാനിഹി, അവൻ എവിടെയാണ് എന്ന് ആളുകൾ അറിയരുത് എന്നത് അവനെ സന്തോഷിപ്പിക്കും. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇന്ന സ്ഥലത്തുണ്ട്, അല്ലെങ്കിൽ എന്നെ 4 ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നതിൽ അവന് വിഷമമായിരിക്കും. ആരും തന്നെ അറിയുന്നില്ല എന്നതിൽ അവൻ സന്തോഷിക്കും. അത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ചില പണ്ഡിതന്മാരൊക്കെ അവരെ വല്ല സ്ഥലത്തും വെച്ച് കണ്ടാൽ, ഇപ്പോൾ വല്ല ഹറമിലോ അങ്ങനെ തിരക്കുള്ള സ്ഥലത്തൊക്കെ കണ്ടാൽ, ഒരാൾ അവരെ തിരിച്ചറിഞ്ഞു എന്ന് കണ്ടാൽ അവർക്ക് വിഷമം അവരുടെ മുഖത്ത് കാണാൻ പറ്റും. അത് സിദ്ഖിൻ്റെ ഒരു അടയാളമാണ്. തൻ്റെ ചുറ്റും ആൾ കൂടണം എന്ന ആഗ്രഹം ഒഴിവാക്കിയിട്ട് അതിൻ്റെ നേരെ വിപരീതം, തന്നെ ആരും അറിയരുത് എന്നുള്ള ചിന്താഗതി, അത് സിദ്ഖിൻ്റെ അലാമത്താണ്. ഖാല മുവരിഖ് അൽ-ഇജ്ലി റഹിമഹുല്ലാ, അദ്ദേഹം പറയുകയാണ്, മാ ഉഹിബ്ബു അൻ യഅരിഫനി ബിതഅതിഹി ഗൈറുഹു, അള്ളാഹുവിനെ ഞാൻ അനുസരിക്കുന്നു എന്നത് അള്ളാഹു അല്ലാത്ത മറ്റൊരാൾ അറിയുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അൻ ശുഐബ് ഇബ്നു ഹർബ് റഹിമഹുല്ലാ ഖാല മൻ തലബ الرئاسة നാതഹത്ഹു الكباش ومن رضي أن يكون ذنبا أبى الله إلا أن يجعله رأسا. من طلب الرئاسة, ആരാണോ നേതൃത്വം ആഗ്രഹിക്കുന്നത്, നേതൃത്വം ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ഇഖ്ലാസിന്റെ നേരെ വിപരീതമാണ്. കാരണം ആളുകൾ എന്നെ അറിയണം, എൻ്റെ ചുറ്റും ആൾ കൂടണം, എൻ്റെ പിന്നിൽ അനുയായികൾ വേണം എന്നുള്ള ചിന്ത, അതാർക്കാണോ ഉണ്ടായത് അവനുണ്ടാകാൻ പോകുന്ന ഒരു നഷ്ടമാണ് പറയുന്നത്. ഒന്നാമത് അവൻ്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും, അവൻ്റെ അമലുകൾ ആളുകളെ കാണിക്കാൻ വേണ്ടിയായിരിക്കും. അതിനു പുറമെ നാതഹത്തുൽ കിബാഷ്, ആടുകൾ അവനോട് കുത്തുകൂടും. എന്ന് പറഞ്ഞാൽ ഇതുപോലെ നേതൃത്വം ആഗ്രഹിച്ചു വരുന്ന പലരും ഉണ്ടാവും, അവരുടെ അടികൂടേണ്ടി വരും. അപ്പൊ അവന്റെ ദീനും നഷ്ടപ്പെട്ടു, ദുനിയാവ് നഷ്ടപ്പെട്ടു, അവൻ എപ്പോഴും ടെൻഷനായിരിക്കും. വമൻ റദിയ അൻ യകൂന ദനബൻ, ആരാണോ വാലാവാൻ തൃപ്തിപ്പെട്ടത്, വാലെന്ന് പറഞ്ഞാൽ
തല വാല് എന്ന് പറയില്ലേ, നേതാവ് തലയും അനുയായി. അപ്പൊ അനുയായിയായി നിൽക്കാൻ, ഹക്കിന്റെ പിന്നിൽ ഒരു സാധാരണക്കാരനായി നിൽക്കാൻ ആരാണോ തൃപ്തിപ്പെട്ടത്, അള്ളാഹു സമ്മതിക്കുകയില്ല, ഇല്ല റഅസൻ, അവനെ തലയാക്കാതെ, അവനെ നേതാവാക്കാതെ അള്ളാഹു വിടൂല. എന്ന് പറഞ്ഞാൽ ഒരാൾ പ്രശസ്തിയൊന്നും ആഗ്രഹിക്കാതെ ദീനിന്റെ മാർഗത്തിൽ ഒരു സാധാരണക്കാരനായി ജീവിച്ചാൽ മതി എന്ന് തീരുമാനിച്ചാൽ അള്ളാഹു അവന് ഇൽമു കൊടുത്ത് അമൽ കൊടുത്ത് അവൻ അള്ളാഹു ഉയർത്തും. അവൻ നേതാവായി മാറാതെ അള്ളാഹു സമ്മതിക്കുകയില്ല. عن محمد بن الحسن رحمه الله قال رأيت أبا عبد الله أحمد بن حنبل إذا مشى في الطريق يكره أن يتبعه أحد. ابن الجوزي رحمه الله പറയുകയാണ് عن محمد بن الحسن, ഇമാം അഹമ്മദിനെ കുറിച്ച് പറയുകയാണ്, റഅയ്തു അബാ അബ്ദുല്ലാഹ്, ഇമാം അഹമ്മദിനെ ഞാൻ കണ്ടു. അദ്ദേഹത്തിന്റെ സ്വഭാവം എന്തായിരുന്നു? ഇദാ മശാ ഫി ത്വരീഖ്, അദ്ദേഹം ഒരു വഴിയിലൂടെ നടക്കുകയാണെങ്കിൽ, കരിഹ അൻ യത്ബഅഹു അഹദ്, അദ്ദേഹത്തിന്റെ പിന്നാലെ ആരെങ്കിലും നടക്കുന്നത് അദ്ദേഹം വെറുത്തിരുന്നു. അപ്പോൾ കൂടെ ആൾ നടക്കുന്നത്, അദ്ദേഹത്തിന്റെ പിന്നാലെ എന്തെങ്കിലും ചോദിച്ചിട്ടോ മറ്റോ ആളുകൾ നടക്കുന്നത് അദ്ദേഹം വെറുത്തിരുന്നു. അൻ ബിശ്ർ ബിൻ ഹാരിസ് ഖാല ഗനീമത്തുൽ മുഅ്മിനി, ഒരു മുഅ്മിന്റെ ഗനീമത്താണ്. ഗനീമത്ത് എന്ന് നമുക്കറിയാം, യുദ്ധത്തിൽ കിട്ടുന്ന സമ്പത്ത്, അതാണ് അടിസ്ഥാനപരമായി ഗനീമത്തിന്റെ അർത്ഥം. പക്ഷെ വലിയൊരു സാമ്പത്തിക ലാഭത്തിന് ഗനീമത്ത് എന്നുള്ള വാക്ക് ഉപയോഗിക്കും. ഒരു മുഅ്മിന് കിട്ടുന്ന വലിയൊരു നിധിയാണ് അല്ലെങ്കിൽ ലാഭമാണ് ഗഫ്ലത്തുൻ നാസി അൻഹു, ജനങ്ങൾ അവനെ കുറിച്ച് അറിയാതിരിക്കുക എന്നുള്ളത്. വഇഖ്ഫാഉ മകാനിഹി അൻഹും, അവരിൽ നിന്ന് പ്രശസ്തനാവാതെ അകന്നു നിൽക്കുക എന്നുള്ളത്. അൻ സുഫിയാൻ റഹിമഹുല്ലാഹ് ഖാല കാന റബീഅത്തു ഇബ്നു അബി അബ്ദുറഹ്മാൻ, വലിയൊരു ഫഖീഹായിരുന്നു റബീഅത്തു ഇബ്നു അബി അബ്ദുറഹ്മാൻ, ഇമാം മാലിക്കിന്റെ ഉസ്താദാണ്. അദ്ദേഹം യൗമൻ ജാലിസൻ, ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഫഗത്ത റഅസഹു, അദ്ദേഹം തന്റെ തല മൂടി. സുമ്മ ഇൽതജഅ, പിന്നെ കിടന്നു. ഫബക, എന്നിട്ട് കരഞ്ഞു. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഇരുന്നിട്ട് ആദ്യം തല ഇങ്ങനെ കൈകൊണ്ടായിരിക്കാം മൂടി, പിന്നെ കിടന്നു, കരയാൻ തുടങ്ങി, ഒരു അസ്വസ്ഥത പ്രകടിപ്പിച്ചു. ഫഖീല ലഹു മാ യുബ്കീക്, അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് പ്രശ്നം? ഫഖാല, അദ്ദേഹം പറഞ്ഞു റിയാഉൻ ളാഹിർ വശഹവത്തുൻ ഖഫിയ്യ, റിയാ വളരെ പ്രകടമായിരിക്കുന്നു, എല്ലാ കാര്യത്തിലും റിയാ വരുന്നുണ്ട്. വശഹവത്തുൻ ഖഫിയ്യ, രഹസ്യമായ ഷഹവത്ത് നമ്മെ പിടികൂടുന്നുണ്ട്. എന്താ രഹസ്യമായ ഷഹവത്ത് എന്ന് പറഞ്ഞാൽ? ഷഹവത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛകൾ, ആഗ്രഹങ്ങൾ. അത് ചിലത് നമുക്ക് വളരെ വാളിഹായിരിക്കും, വ്യക്തമായിരിക്കും. ഇപ്പോൾ മനുഷ്യന്റെ ലൈംഗികമായ ആഗ്രഹം വ്യക്തമാണ്, അതെന്താണ് നമുക്ക് തോന്നുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനുള്ള ചിന്ത, വിശപ്പ്, അതൊരു ഷഹവത്താണ്, അത് നമുക്കറിയും. ഇപ്പം എനിക്ക് വിശക്കുകയാണെന്ന് നമുക്ക് ബോധ്യം ഉണ്ടാവും. നേരെ മറിച്ച് ഖഫിയായിട്ടുള്ള മറിഞ്ഞിരിക്കുന്ന ചില ഷഹവത്തുകളുണ്ട്. അത് എന്താണ്? പ്രശസ്തിയോടുള്ള ആഗ്രഹം, അതുപോലെ തന്നെ ആളുകൾ നമ്മിലേക്ക് ആവശ്യക്കാരനായിരിക്കണം, നമ്മോട് ചോദിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ. ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഷഹവത്തുൻ ഖഫിയ, അതിനെക്കുറിച്ച് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അൻ സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് ഖാല ലം യുഅറഫു ഹത്താ അഹബ്ബു അല്ലാ യുഅറഫു, സലഫുകളെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന മുൻഗാമികളായ മഹാന്മാർ, കുറേ ഇമാമിങ്ങളുടെ ചരിത്രം നമ്മൾ കേട്ടു, ഹസൻ ബസ്രി, സുഫിയാൻ സൗരി, ഇങ്ങനെയുള്ള മഹാന്മാർ. ഈ മഹാന്മാരൊന്നും പ്രശസ്തരായിട്ടില്ല. ലം യുഅറഫു, അവരറിയപ്പെട്ടില്ല. ഹത്താ അഹബ്ബു അല്ലാ യുഅറഫു, പ്രശസ്തരാകരുത് എന്ന് ആഗ്രഹിച്ചത് കൊണ്ടല്ലാതെ. അതാണ് അവർ പ്രശസ്തരാകാനുള്ള കാരണം. പ്രശസ്തി ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് അവർ പ്രശസ്തരായത്. ഇതിന്റെ ഒരു തെളിവ് നമുക്ക് കാണാൻ പറ്റും. സലഫുകളുടെ ചരിത്രത്തിൽ പല സംഭവങ്ങളും അവർ രഹസ്യമായി ചെയ്തതായിരിക്കും. അപ്പോൾ നമ്മൾ ഇമാം മാലിക്കിന്റെ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക്കിന്റെ സംഭവം വായിച്ചു, ഒരാളുടെ കടം വീട്ടിയത്. അതൊന്നും ആരും അറിഞ്ഞിട്ടില്ല. ഇമാം ഇബ്നു മുബാറക്ക് ആരുടെ കടമാണ് വീട്ടിയത് അവൻ പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മൾ ആ കഥ വായിക്കാൻ എന്തുകൊണ്ടാണ്? അവരത്രയും രഹസ്യമാക്കി വെച്ചതുകൊണ്ട് അള്ളാഹു അത് സ്വീകരിച്ചു. അള്ളാഹു അത് സ്വീകരിച്ചപ്പോൾ അള്ളാഹു ആ ചരിത്ര സംഭവം ഖിയാമത്ത് നാൾ വരെ മുസ്ലിമീങ്ങൾ അറിയുന്ന രൂപത്തിൽ അറിയപ്പെടുത്തി, പ്രശസ്തമാക്കി. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ജസാ, പ്രതിഫലം. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. അള്ളാഹു അവര് രഹസ്യമാക്കാൻ നോക്കിയപ്പോൾ അള്ളാഹു അത് പരസ്യമാക്കി. അൻ സുഫിയാൻ അസ്-സൗരി റഹിമഹുല്ലാഹ് ഖാല വദിത്തു അന്നി ഫി മൗളിഇൻ ലാ ഉറഫു ഫീഹി മിൻ ഗൈരി അൻ ഉസ്തദൽ. സുഫിയാൻ സൗരി പറയുകയാണ്, അദ്ദേഹം വലിയ അറിയപ്പെട്ട ഫഖീഹായിരുന്നു. മുമ്പ് കാലത്ത് ഈ 4 മദ്ഹബ് നമ്മൾ പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ ഒരു മദ്ഹബ് ഉണ്ടായിരുന്നു, മദ്ഹബു അസ്-സൗരി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു മദ്ഹബ് ഉണ്ടായിരുന്നു. അത്രയും അറിയപ്പെട്ട ആളാണ്. അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇഷ്ടപ്പെടുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു അന്നി ഫി മൗളിഇൻ, ഒരു നാട്ടിൽ ജീവിക്കാൻ, ഈ നാട് വിട്ടിട്ട് വേറെ എവിടെയെങ്കിലും ജീവിക്കാൻ. ലാ ഉറഫു ഫീഹി, അവിടെ എന്നെ ആരും അറിയരുത്, എന്നെ ആരും അറിയാത്തൊരു നാട്ടിൽ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മിൻ ഗൈരി അൻ ഉസ്തദൽ, അവിടെ ദില്ലത്തും ഉണ്ടാകരുത്. പ്രശസ്തി ആഗ്രഹിക്കാതെ വേറെ നാട്ടിൽ പോയിട്ട് അവിടെ അടിമയെ പോലെ ആകുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഒരു മാന്യമായ ജീവിതം, എന്നാൽ പ്രശസ്തി ഇല്ലാത്ത ജീവിതം, അത് ഞാൻ ആഗ്രഹിക്കുന്നു. അൻ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് ഖാല ഉരീദു അൻ അകൂന ഫി ശിഅബിൻ ബിമക്ക. അഹ്മദ് പറയാണ്, ഞാൻ മക്കയിലെ ഒരു ഷെബ്, ഷെബ് എന്ന് പറഞ്ഞാൽ മലമ്പാത, മലയിൽ 2 മലകൾക്കിടയിലുള്ളതാണ് താഴ്വര, വാദി. അതല്ലാതെ മലയുടെ മുകളിൽ തന്നെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വഴികൾക്കാണ് ഷെബ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മലയുടെ മുകളിൽ എവിടെയെങ്കിലും
ജീവിക്കണം എന്ന്, ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. മക്കയിലെ മലകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ആളില്ലാത്ത സ്ഥലങ്ങളാണ്. അപ്പം അന്ന് 1000 വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? അപ്പം അങ്ങനെയുള്ള ഒരു ആൾപ്പാർപ്പില്ലാത്ത സ്ഥലത്ത് ജീവിച്ചിരുന്നെങ്കിലും ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹത്തല ഉറഫ്, എന്തിനു വേണ്ടിയാണ്? പ്രശസ്തി ഇല്ലാതിരിക്കാൻ വേണ്ടി. ഇമാം അഹമ്മദ് ജീവിച്ചത് ബഗ്ദാദിലാണ്. ബഗ്ദാദ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ഇസ്ലാമിന്റെ ആസിമത്താണ്, തലസ്ഥാനമാണ് മൊത്തം ലോകത്തിന്റെ. അപ്പം അത് വിട്ടിട്ട് മക്കയിൽ ഈ മലമുകളിൽ ജീവിച്ചിരുന്നെങ്കിലും ഞാൻ ആഗ്രഹിക്കുകയാണ്. ലഖദ് തുലീതു ബിശുഹ്റ, ഞാൻ പ്രശസ്തി കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ മുൻഗാമികൾ ഒരു ബലാ, ഒരു മുസീബത്തായിട്ടാണ് കണ്ടിരുന്നത് പ്രശസ്തി എന്ന് പറയുന്നത്. ഇന്ന് പ്രശസ്തി ആഗ്രഹിച്ച് എങ്ങനെ പ്രശസ്തി നേടാം എന്നൊക്കെ പഠിപ്പിക്കുന്ന ദൗറകളൊക്കെ ഉണ്ട്. എങ്ങനെ കൂടുതൽ ആളുകളെ ആകർഷിക്കാം, എങ്ങനെ നമ്മൾ യൂട്യൂബ് ചാനൽ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാം. അത് നല്ല ഉദ്ദേശത്തിനാണെങ്കിൽ, നമ്മുടെ പ്രശസ്തി അല്ല ആഗ്രഹിക്കുന്നതെങ്കിൽ വേറെ വിഷയം. പ്രശസ്തി ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ അപകടം തന്നെയാണ്. വഖാൽ അൽ മറൂദി, ഇമാം മറൂദി, അബൂബക്കർ അൽ മറൂദി ഇമാം അഹമ്മദിന്റെ ശിഷ്യനാണ്. അദ്ദേഹം പറയുന്നു, ദുഖിറ ലി അഹ്മദ് അൻ റജുലൻ യുരീദു ലിഖാഅഹു, ഒരാൾ താങ്കളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഇമാം അഹ്മദിനോട് പറഞ്ഞു. താങ്കളെ സന്ദർശിക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നുണ്ട്. ഫഖാല, ഇമാം അഹ്മദ് പറഞ്ഞു, അലൈസ ഖദ് കരിഹ ബഅ്ദുഹും അൽ ലിഖാഅ യതസയ്യനു ലി വഅതസയ്യനു ലഹ്, മുൻഗാമികൾ വെറുത്തിട്ടുള്ള ഒരു കാര്യമാണിത് എന്ന് അവൻ അറിയില്ലേ? ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ. എന്താണ് അങ്ങനെ കണ്ടാലുള്ള പ്രശ്നം? യതസയ്യനു ലി വഅതസയ്യനു ലഹു, അവൻ എനിക്ക് വേണ്ടി ഭംഗി കൂട്ടും, ഞാൻ അവന് വേണ്ടി ഭംഗി കൂട്ടും, സംസാരവും മറ്റൊക്കെ ഭംഗി കൂട്ടും. അപ്പൊ ആവശ്യമില്ലാതെ ഇങ്ങനെ കൂടിക്കലരുന്നത് ശരിയല്ല എന്ന് അവൻ അറിയില്ലേ എന്ന അർത്ഥത്തിൽ ഇമാം അഹ്മദ് റഹിമഹുല്ല പറയുകയുണ്ടായി. അൻ ബിശ്ർ ബിൻ ഹാരിസ് റഹിമഹുല്ല ഖാല, നേരത്തെ നമ്മൾ പറഞ്ഞ അതേ ആശയം തന്നെ, മത്തഖല്ലാഹ മൻ അഹബ്ബ ശുഹ്റ, പ്രശസ്തി ആഗ്രഹിക്കുന്നവന് തഖ്വയുണ്ടാവുകയില്ല. അൻ സുഫിയാൻ റഹിമഹുല്ല ഖാല ഖാലു ലി സുഹരി, ഇമാം സുഹരി മുഹമ്മദ് ഇബ്നു മുസ്ലിം ഇബ്നു ശിഹാബ് സുഹരി റഹിമഹുല്ല, അറിയപ്പെട്ട ഇമാമും മുഹദ്ദിസും ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, ലൗ അന്നക അൽആന ഫി ആഖിരി ഉംരിക അഖംത ഫി അൽ മദീന ഫഗദൗത ഇലാ മസ്ജിദ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തോട് പറയാണ്, താങ്കൾ ഒരുപാട് പ്രായമായി, ആയുസ് അടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ഇൽമിന് വേണ്ടിയും മറ്റൊക്കെ യാത്ര ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഈ യാത്രയൊക്കെ അവസാനിപ്പിച്ച് മദീനയിൽ സ്ഥിരതാമസമാക്കിയിരുന്നെങ്കിൽ, ഫഗദൗത ഇലാ മസ്ജിദ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് എല്ലാ ദിവസവും രാവിലെ മസ്ജിദ് നബവിയിൽ പോവുക, ഉറുഹ്ത് അതുപോലെ വൈകുന്നേരം മസ്ജിദ് നബവിയിൽ പോവുക, വജലസ്ത ഇലാ അമുദിൻ മിൻ അഅമിദത്തിൽ മസ്ജിദ്, എന്നിട്ട് മസ്ജിദ് നബവിയിൽ ഏതെങ്കിലും ഒരു തൂണ് ചാരി ഇരുന്നിട്ട് ഫദക്കർത അന്നാസ വഅല്ലംതഹും, ജനങ്ങൾക്ക് ഉപദേശവും ഇൽമു പഠിപ്പിച്ചു കൊടുക്കലും ഒക്കെ ആയിട്ട് കഴിഞ്ഞിരുന്നെങ്കിൽ, ഫഖാല, അദ്ദേഹം പറഞ്ഞു, ലൗ അന്നി ഫഅൽതു ദാലിക, ഞാൻ അങ്ങനെ ചെയ്താൽ ചെയ്യാനുള്ള തടസ്സം എന്താണ് അദ്ദേഹം പറയാൻ, ലവുതിഅ അഖിബി, എന്റെ പിന്നിൽ ആളുകൾ നടക്കാൻ തുടങ്ങും, വലാ യംബഗി ദാലിക ഹത്ത അസ്ഹദ ഫി ദുനിയ വറഗബ ഫിൽ ആഖിറ, ദുനിയാവിനോട് വിരക്തിയും ആഖിറത്തിനോട് താല്പര്യം ഉണ്ടാകണമെങ്കിൽ ഇത് ശരിയാവുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രശസ്തി പേടിച്ചിട്ടായിരുന്നു അദ്ദേഹം അങ്ങനെ ചെയ്തിരുന്നത്. അത് നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങൾ ഇൽമിന് ആവശ്യക്കാരാണെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ചില സമയത്ത് വാജിബാകും, ചില സമയത്ത് മുസ്തഹബാകും, അവസ്ഥക്കനുസരിച്ച്. പക്ഷെ ഒരാളുടെ മനസ്സിൽ ഇങ്ങനെ പ്രശസ്തിയോടുള്ള പേടി കൂടിയിട്ട് ഒരാൾ അങ്ങനെ ചെയ്താൽ അത് അയാളെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. മുൻഗാമികൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അനിൽ അഅ്മശ് റഹിമഹുല്ലാ ഖാല കാന ഇബ്രാഹിം അൻ-നഖഈ യത്തഖി ശുഹ്റ ഫകാന ലാ യജ്ലിസു ഇല ഉസ്തുവാന, ഇബ്രാഹിം അൻ-നഖഈ അദ്ദേഹം പ്രശസ്തി പേടിച്ചിരുന്നു. ഫകാന ലാ യജ്ലിസു ഇല ഉസ്തുവാന, അദ്ദേഹം തൂണ് ചാരിയിരിക്കാറില്ല. എന്ന് പറഞ്ഞാൽ തൂണ് ചാരിയിരിക്കുക എന്ന് പറയുന്നത് ഇൽമ പഠിപ്പിക്കുന്നവരുടെ അടയാളമാണ്. പള്ളിയിൽ തൂണിന്റെ അടുത്തായിരിക്കും അവർ ഇരിക്കുന്നത്, അതിന് ചുറ്റും മജ്ലിസ് ഉണ്ടാകും. അപ്പം അങ്ങനെ അദ്ദേഹം ഇരിക്കാറില്ല. അപ്പോൾ ഒറ്റയായിട്ട് വരുന്ന ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഇൽമ പ്രചരിച്ചിട്ടുള്ളത് എന്നാണ് ഇതിൽ മനസ്സിലാകുന്നത്. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിന്റെ ഇൽമിന് വല്ല കുറവും സംഭവിച്ചോ? ഇബ്രാഹിം നഖഈ എന്ന് പറഞ്ഞാൽ ഇമാം അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും അറിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഇൽമാണ് പിന്നീട് ഹനഫി മദ്ഹബ് ആയത് എന്നാണ് പറയുന്നത്. ഇബ്നു മസ്ഊദിന്റെ ഫിഖ് അത് ഇബ്രാഹിം നഖഈയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ അവരുടെ ശിഷ്യന്മാരായിട്ട് അബൂ ഹനീഫ റഹിമഹുല്ലാഹ് വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ഇൽമിന് യാതൊരു കുറവും നഷ്ടവും സംഭവിച്ചിട്ടില്ല. ഖീല ലി അൽഖമ റഹിമഹുല്ലാഹ് അലാ തദ്ഖുലുൽ മസ്ജിദ്, ഇമാം അൽഖമ റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്ക് മസ്ജിദിൽ പോയിക്കൂടെ? ഫയജ്തമിഉ ഇലൈക വതുസ്അൽ, അങ്ങനെ ആളുകൾ വന്ന് ചോദ്യം ചോദിക്കും. ഫനജ്ലിസ മഅക, ഞങ്ങളും അവിടെ ഇരിക്കും. ഫഇന്നഹു യുസ്അലു മൻ ഹുവ ദൂനക, കാരണം താങ്കളെക്കാൾ വിവരമില്ലാത്ത ആളുകൾ, താങ്കളുടെ അത്ര അറിവില്ലാത്ത ആളുകൾ ഇന്ന് ഫത്വ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. ഖാല ഇന്നി അക്റഹു അൻ യൂതഅ അഖിബി, എന്റെ പിറകിൽ ആളുകൾ ചവിട്ടി നടക്കുന്നത് അഥവാ എന്നെ അനുഗമിക്കുന്നത് ഞാൻ വെറുക്കുന്നു. ഫയുഖാലു ഹാദ അൽഖമ, എന്നിട്ട് ഇങ്ങനെ ആള് എന്റെ പിന്നാലെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ചിന്തിക്കും, ആരാണ് ഇങ്ങനെ പിന്നിൽ ആളുമായിട്ട് നടക്കുന്നത്? അപ്പൊ പറയും ഇത് അൽഖമയാണ് എന്ന ആളുകൾ പറയുന്നത് ഞാൻ പേടിക്കുന്നു. അൻ സാബിത്ത് റഹിമഹുല്ലാഹ് ഖാല ഖാല ലി മുഹമ്മദ് ഇബ്നു സീരീൻ
മുഹമ്മദ് ബിൻ സീരീൻ താബിഇയാണ്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ ശിഷ്യനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് സാബിത്ത് അൽ ബുനാനി റഹിമഹുല്ലാ ആയിരിക്കാം, അദ്ദേഹം പറയുന്നു, യാ അബാ മുഹമ്മദ് ലം യകുൻ യംനഉനി മിൻ മുജാലസതികും ഇല്ലാ മഖാഫത്തു ശുഹ്റ. അദ്ദേഹം പറയാണ്, സുഹൃത്തിനോട് പറയാണ്, രണ്ടാളും അനസ് ബിൻ മാലിക്കിന്റെ അടുത്ത ശിഷ്യന്മാരാണ്, സാബിത്തുൽ ബുനാനിയും അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ സീരീൻ. അപ്പോൾ ഇബ്നു സീരീൻ പറയുകയാണ്, നിങ്ങളുടെ അടുത്ത് ഇരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, നിങ്ങളുടെ കൂടെയൊക്കെ ഇരിക്കാൻ എനിക്ക് തടസ്സം മഖാഫത്തു ശുഹ്റ, പ്രശസ്തി പേടിച്ചത് കൊണ്ടാണ് ഞാൻ ഇരിക്കാത്തത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അൻ അയ്യൂബ് സഖ്തിയാനി റഹിമഹുല്ലാഹ് ഖാല വല്ലാഹി മാ സദഖ അബ്ദുൻ ഇല്ലാ സർറഹു അല്ലാ യുശ്അറ ബിമക്കാനിഹി. നേരത്തെ പറഞ്ഞതാണ്. കാന മുഹമ്മദ് ബിൻ യൂസുഫ് അൽ അസ്ബഹാനി റഹിമഹുല്ലാഹ് ലാ യശ്തരി സാദഹു മിൻ ഖബ്ബാസിൻ വാഹിദ്. മുഹമ്മദ് ബിൻ യൂസുഫ് അൽ അസ്ബഹാനി അദ്ദേഹം ഖുബ്സ് വാങ്ങുമ്പോൾ, ഭക്ഷണം വാങ്ങുമ്പോൾ ഒരേ കടയിൽ നിന്ന് വാങ്ങുമായിരുന്നില്ല. വഖാല, അദ്ദേഹം അതിന് കാരണം പറഞ്ഞത്, ലഅല്ലഹും യഅരിഫൂനി ഫയുഹാബൂനി, അവര് എന്നെ തിരിച്ചറിയും, ഒരേ കടയിൽ നിന്ന് എപ്പോഴും വാങ്ങിയാൽ ആരെങ്കിലും പറയും ഇന്ന പണ്ഡിതനാണ് എന്ന് പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഫയുഹാബൂനി, അവരെന്നോടൊരു വിട്ടുവീഴ്ച ചെയ്യും. ഇടപാടിൽ ചിലപ്പോൾ പൈസ കുറച്ച് വാങ്ങുള്ളൂ, ചിലപ്പോൾ വെറുതെ തരും. ഫഅകൂനു മിമ്മൻ അഈശു ബിദീനി, അങ്ങനെ ദീൻ വിറ്റ് ജീവിക്കുന്ന ഒരാളായി പോകും ഞാൻ എന്ന്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കടകൾ മാറിയിട്ടാണ് സാധനം വാങ്ങാറുള്ളത്. വദഖല അബ്ദുല്ലാഹി ബിൻ മുഹൈരീസ് റഹിമഹുല്ലാഹ് ഹാനൂതൻ വഹുവ യുരീദു അൻ യശ്തരി തൗബൻ. അബ്ദുല്ലാഹി ബിൻ മുഹൈരീസ് അദ്ദേഹം ഒരു സൗബ് വാങ്ങാൻ വേണ്ടി കടയിൽ കയറി. ഫഖാല റജുലുൻ ലിസാഹിബിൽ ഹാനൂത്ത്, അപ്പോൾ ഈ കടക്കാരനോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഹാദ ബിൻ മുഹൈരീസ് ഫഅഹ്സിൻ ബൈഅ, ഇത് വലിയ ആലിമായിട്ടുള്ള ഇബ്നു മുഹൈരീസ് ആണ്, അതുകൊണ്ട് അവനോടുള്ള ഇടപാട് നീ നന്നാക്കണം, വില കുറച്ച് കൊടുക്കണം എന്നൊക്കെ അർത്ഥം. ഫഗളിബ ഇബ്നു മുഹൈരീസ്, അദ്ദേഹം ദേഷ്യം പിടിച്ചു. വഖറജ, കടലിൽ നിന്ന് ഇറങ്ങി. വഖാല, എന്നിട്ട് പറഞ്ഞു, ഇന്നമാ നശ്തരി ബി അംവാലിന ലസ്നാ നശ്തരി ബിദീനിന, നമ്മൾ വാങ്ങുന്നത് നമ്മുടെ പണം കൊടുത്തിട്ടാണ്, ഞാൻ പൈസ ആയിട്ടാണ് കടയിൽ വന്നത്. ലസ്നാ നശ്തരി ബിദീനിന, ദീന് വിറ്റിട്ട് വാങ്ങാൻ വന്നതല്ല, ഞാൻ ഇന്ന ആളാണ്, ഇത്ര ഇൽമുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് ആ ഇൽമ കൊടുത്തിട്ട് സാധനം വാങ്ങാൻ വന്നതല്ല. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരാള് ദീന് കിട്ടിയ സാഹചര്യത്തിൽ മുഴുവൻ തൻ്റെ പേരും പ്രശസ്തി ഉപയോഗിച്ചിട്ട് ഇടപാടുകൾ നടത്തുക, അങ്ങനെ ദുനിയാവ് പരമാവധി സമ്പാദിക്കാൻ ശ്രമിക്കുക, അത് ഒരു ചീത്ത ലക്ഷണമാണ്. സലഫു സാലിഹ്യങ്ങൾ വെറുത്തിരുന്നൊരു സ്വഭാവമാണ്. അൻ മോരിഖിൽ ഇജ്ലി റഹിമഹുല്ലാഹ് ഖാല മാ ഉഹിബ്ബു അൻ യഅരിഫനി ബിതഅതിഹി ഗൈറുഹു, നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. അൻ അബ്ദുറഹ്മാൻ ബിൻ മഹ്ദി റഹിമഹുല്ലാഹ് ഖാല ലഹു റജുലുൻ, അബ്ദുറഹ്മാൻ ബിൻ മഹ്ദി നമ്മൾ പറഞ്ഞതാണ്, ഇമാം ഷാഫിഈയുടെ ഒക്കെ സമകാലികനാണ്. അദ്ദേഹത്തോട് ഒരാൾ പറഞ്ഞു, ഇന്നഹു റുബ്ബമാ ലം യജ്ലിസ് ഇലയ്യ ഫകഅന്നി അഗ്തം. മറ്റൊരാൾ അബ്ദുറഹ്മാൻ ബിൻ മഹ്ദിയോട് പറയാൻ, ചിലപ്പോൾ ഞാൻ ദർസ് എടുക്കുമ്പോൾ ആരും വരില്ല, ആരും ഇല്ലാത്ത അവസ്ഥ വരും. ഫഅഗ്തം, അപ്പം എനിക്കൊരു വിഷമം തോന്നും മനസ്സിൽ, ആരും വന്നിട്ടില്ല, എണ്ണം കുറഞ്ഞു എന്നല്ല, ആരുമില്ല, അപ്പോൾ ഒരു വിഷമം തോന്നാറുണ്ട് എന്ന് പറഞ്ഞു. ഖാല, അപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ മഹ്ദി റഹിമഹുല്ലാഹ് പറഞ്ഞു കൊടുക്കാൻ, ഇൻ കുൻത തസ്തഹി അൻ യുജ്ലസ ഇലൈക്, അങ്ങനെ ആളില്ല എന്നതുകൊണ്ട് നിനക്ക് വിഷമം തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിന്റെ അടുത്തേക്ക് ആളുകൾ വന്നിരിക്കണം എന്നൊരാഗ്രഹം, ഒരു ഷഹവത്ത് നിന്റെ മനസ്സിലുണ്ട്. അങ്ങനെ ഒരു ഷഹവത്ത് നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫത്രുക ഹാദൽ മജ്ലിസ്, ആ ദർസ് നീ പിരിച്ചുവിട്ടേക്ക്, അങ്ങനെയുള്ള മജ്ലിസ് നീ ഒഴിവാക്കിയേക്ക്. അൻ മുഅമ്മിൽ ബിൻ ഇസ്മായിൽ ഖാല സമിഅതു അസ്സൗരി യഖൂൽ, ഇമാം സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഉഹിബ്ബു അൻ അകൂന ഫി മൗദിഇൻ ലാ ഉറഫ്, നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, എന്നെ ആരും അറിയാത്തൊരു നാട്ടിൽ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. عن سفيان بن عيينة رحمه الله قال من تزين للناس بشيء, ആരെങ്കിലും ജനങ്ങളുടെ മുന്നിൽ എന്തെങ്കിലും അഭിനയിച്ചാൽ, ദീനിയായിട്ടുള്ള എന്തെങ്കിലും ഒരു ഫضل തനിക്കുണ്ട് എന്ന് കാണിച്ചാൽ, യഅലമുല്ലാഹു തആല മിൻഹു ഗൈറ ദാലിക്, അല്ലാഹുവിന് അറിയാം ഇതല്ല ഇവന്റെ യഥാർത്ഥ സ്വഭാവം. അപ്പോൾ നമുക്കില്ലാത്തൊരു സ്വഭാവം നമ്മൾ കൃത്രിമമായി ഉണ്ടാക്കിയാൽ ഷാനഹുല്ലാഹ്, അല്ലാഹു അവനെ വഷളാക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വഷളാക്കും. عن سفيان بن عيينة قال قال رجل അഹ്ലകനി ഹുബ്ബു ഷറഫ്, അഹ്ലകനി ഹുബ്ബു ഷറഫ്, ഒരാൾ പറയുകയാണ്, പ്രശസ്തി മോഹം കാരണം ഞാൻ നശിച്ചിരിക്കുന്നു എന്നൊരാൾ പറഞ്ഞു. ഫഖാല ലഹു റജുൽ, അപ്പോൾ മറ്റൊരാൾ ഉപദേശിച്ചു, ഇനി തഖൈത അല്ലാഹ ഷറുഫ്ത, നീ തഖ്വ പാലിച്ചാൽ നിനക്ക് പ്രശസ്തി ഉണ്ടാകും. അപ്പോൾ പ്രശസ്തി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ വഴിതെറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വഴി തെറ്റാതെ തന്നെ പ്രശസ്തി കിട്ടാനുള്ള മാർഗം പറയണം, തഖ്വ ഉണ്ടായാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രശസ്തി ആളുകൾക്കിടയിൽ, മുഅ്മിനീങ്ങൾക്കിടയിലുള്ള സ്ഥാനം നിനക്ക് നൽകുക തന്നെ ചെയ്യും. അനിൽ ഫുളൈൽ ബിൻ ഇയാദ് റഹിമഹുല്ലാഹ്, ഫുളൈൽ ബിൻ ഇയാദ് താബിഈയാണ്, അദ്ദേഹം പറയുന്നു, മാ മിൻ അഹദിൻ അഹബ്ബ റിയാസ, ആരാണോ നേതൃത്വം ആഗ്രഹിച്ചത്, അപ്പോൾ നേതൃമോഹമുള്ള ഒരാളുടെ സ്വഭാവം പറയുകയാണ്. എന്താണ് അയാളുടെ സ്വഭാവം? അപ്പോൾ നേതൃമോഹം എന്ന് പറയുന്നത് ഇസ്ലാം ആക്ഷേപിച്ചിട്ടുള്ളൊരു സ്വഭാവമാണ്.
നേതാവായിരിക്കാനുള്ള ആഗ്രഹം, അത് നിരവധി ഹദീസുകളിൽ നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ നിർണായകമായ ഘട്ടങ്ങളിൽ മാത്രം താൻ ഒരു നേതൃത്വം ഏറ്റെടുത്താൽ വലിയ ഖൈറുണ്ടാകും, അതുപോലെ തന്നെ അല്ലെങ്കിൽ വലിയ മുസീബത്തുണ്ടാകും എന്നുള്ള ഘട്ടങ്ങളിൽ മാത്രം നിബന്ധനകളോടെ അനുവദിച്ചിട്ടുള്ളതാണ്. ഒരാൾ നേതൃത്വം ആഗ്രഹിക്കുക എന്നുള്ളത് അടിസ്ഥാനപരമായി പാടില്ലാത്തതാണ്. അങ്ങനെ ആരെങ്കിലും ആഗ്രഹിച്ചാൽ ഇല്ല ഹസദ വബഗ, അസൂയ അവനുണ്ടാകും, വബഗ ബഗിയുണ്ടാകും, അക്രമം പ്രവർത്തിക്കും, വതതബ്ബഅ ഉയൂബന്നാസ് ജനങ്ങളുടെ ന്യൂനതകൾ അന്വേഷിച്ച് നടക്കും, വകരിഹ അൻ യുദ്കറ അഹദുൻ ബിഖൈർ ആരെ പറ്റിയും മറ്റുള്ളവരെ ഖൈർ പറയുന്നത് ഇഷ്ടപ്പെടില്ല. ഒരാളെ പറ്റി ഖൈർ പറയുന്നത് അവന് ഇഷ്ടപ്പെടുകയില്ല, കാരണം അവനേക്കാൾ ഉയർന്നു നിൽക്കണം എന്നുള്ള ആഗ്രഹം ഇവന്റെ മനസ്സിലുണ്ടാകും. عن أبي إدريس الخولاني رحمه الله قال الذي يبتغي الأحاديث ليحدث بها سبحان الله الذي يبتغي الأحاديث حديث പഠിക്കുന്ന ഒരാൾ ليحدث بها അത് പറയാൻ വേണ്ടിയാണ്, മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, അവന് അമൽ ചെയ്യാനല്ല. ഹദീസുകൾ ശേഖരിച്ചിട്ട് അത് മറ്റുള്ളവരോട് പറയാൻ അതിന്റെ പേരിൽ അറിയപ്പെടാനാണ്. ലാ യജിദു റീഹൽ ജന്ന, അവൻ സ്വർഗത്തിന്റെ സുഗന്ധം പോലും അനുഭവിക്കുകയില്ല. ഇത് ആഖിറത്തിന്റെ കാര്യമാണ്, ഒരു ഉഖൂബത്ത്, ഒരു വഈദാണ്, താക്കീതാണ്. ഇതിങ്ങനെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് താബീയങ്ങൾക്കൊക്കെ പറയാൻ പാടുണ്ടോ? ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസിൽ വന്നിട്ടുള്ളതാണ്. ആഖിറത്തിന്റെ ഇൽമ് ആരെങ്കിലും ദുനിയാവിന് വേണ്ടി പഠിച്ചാൽ അവൻ സ്വർഗത്തിന്റെ സുഗന്ധം പോലും അനുഭവിക്കുകയില്ല എന്ന്. അദ്ദേഹം ഹദീസ് എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഹദീസാണ് ഏറ്റവും വലിയ ഇൽമ്. അതുപോലെ തന്നെ നരകത്തിലേക്ക് ആദ്യമായി വലിച്ചെറിയുന്ന 3 ആളുകൾ, ഒരാൾ ആലിമായിരിക്കും, ഇഖ്ലാസ് ഇല്ലാതെ ഇൽമ പഠിച്ച ആലിം. ആ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം പറഞ്ഞതാണ്. قال يوسف بن أسباط رحمه الله ما عالج المتعبدون شيئا أشد عليه من اتقاء حب الثناء. ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും പ്രയാസമുള്ള കാര്യം, ഒരു ഇബാദത്ത് ചെയ്യുന്ന ആബിദായ മനുഷ്യനാവുക എന്നുള്ളത് കുറച്ച് പണിയുള്ള കാര്യമാണ്, കുറച്ച് അധ്വാനം വേണ്ട കാര്യമാണ്. അവർക്ക് ഏറ്റവും പ്രയാസമുള്ള കാര്യം നമുക്ക് തന്നെ പലതും അനുഭവപ്പെടും. ഇപ്പോൾ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ ഉറക്കം നമുക്കൊരു തടസ്സമായിരിക്കും. അതുപോലെ ചിലപ്പോൾ മറ്റു പല തടസ്സങ്ങളും നമ്മുടെ മുന്നിൽ വരും. ചിലപ്പോൾ നമ്മുടെ മനസ്സ്, നമ്മൾ മൂഡ് മാറും, ചിലപ്പോൾ ആവേശം നഷ്ടപ്പെടും, ചിലപ്പോൾ കുടുംബത്തിനെ കൊണ്ടുള്ള ശല്യം ഉണ്ടാകും, അങ്ങനെ പലതും ഉണ്ടാകും. അതിലൊക്കെ വെച്ച് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ജനങ്ങളുടെ പുകഴ്ത്തൽ, സനാ, അത് ആഗ്രഹിച്ചു പോകുന്നത്, അതാണ് ഏറ്റവും വലിയ പ്രയാസം. അത് കേൾക്കുമ്പോൾ, നമ്മളെ പറ്റി ആൾക്കാർ നല്ലത് പറയുന്നത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം, അത് നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു നീക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയാസം എന്നാണ് അദ്ദേഹം പറയുന്നത്. عن إبراهيم ابن أدهم رحمه الله من طلب العلم لله, ഇഖ്ലാസോടെ ഇൽമ പഠിക്കുന്നതിന്റെ പ്രാധാന്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. ഇഖ്ലാസ് ഇല്ലാതെ ഇൽമ പഠിച്ചാൽ അപകടം നമ്മൾ കണ്ടു, സ്വർഗത്തിന്റെ മണം പോലും കിട്ടുകയില്ല. ഇനി ഇഖ്ലാസോടെ ഇൽമ പഠിച്ച ആളുടെ അടയാളം പറയാണ് ഇബ്രാഹിം ബിൻ അദ്ഹം റഹിമഹുല്ലാ. ആരാണോ അള്ളാഹ്ക്ക് വേണ്ടി ഇൽമ പഠിച്ചത്, കാനുൽ ഖുമൂലു അഹബ്ബ ഇലൈഹി മിന തതാവുൽ, അവന് ഖുമൂലായിരിക്കും കൂടുതൽ ഇഷ്ടം തതാവുലിനേക്കാൾ. എന്താണ് ഖുമൂൽ എന്ന് പറഞ്ഞാൽ? പ്രശസ്തി ഇല്ലാതെ ഒരു അപ്രശസ്തനായി ജീവിക്കുക, അതാണ് ഖുമൂൽ. ആരും അറിയാതെ അടങ്ങി ഒതുങ്ങി ജീവിക്കുക. തതാവുൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മേത്ത് കയറി നിരങ്ങുക എന്ന് പറയും, അതാണ് തതാവുൽ. എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ഇൽമ കിട്ടിയാൽ അതുകൊണ്ട് ആരെയൊക്കെ അടിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുക, ആരോടൊക്കെ തർക്കിക്കാൻ പറ്റും, അതാണ് തതാവുൽ എന്ന് പറയുന്നത്. നമ്മുടെ ഇൽമ കൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുക, അങ്ങനെയുള്ള ആൾക്കാരെ കാണാം. അവർക്കൊരു മസല മനസ്സിലായി കഴിഞ്ഞാൽ അത് ആ നാട്ടിലൊരു ദുരന്തമായിരിക്കും, അതുകൊണ്ട് അവരെല്ലാവരോടും പോയി തർക്കിച്ചുകൊണ്ട്, അതാണ് തതാവുൽ. ആ തതാവുലിന് പകരം ഖുമൂലായിരിക്കും ഇഷ്ടപ്പെടുക. ആരും തന്നെ അറിയരുത്, തൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഇൽമുണ്ട് എന്നുള്ളത് ആളുകൾ അറിയരുത് എന്നുള്ള നിലക്ക് അവർ അപ്രശസ്തി ആഗ്രഹിക്കും. ഇത് ഇഖ്ലാസിന്റെ ഒരു അലാമത്താണ്. عن فضيل بن عياض رحمه الله, ഫുളൈൽ ബിൻ ഇയാദ് പറയുന്നു, മൻ അഹബ്ബ അൻ യുദ്കറ ലം യുദ്കർ, ആരാണോ പ്രശസ്തി ആഗ്രഹിക്കുന്നത്, ദീനിന്റെ ഒരു രീതിയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന ഒരു അള്ളാഹുവിന്റെ നടപടിയാണ്. ആരാണോ പ്രശസ്തി ആഗ്രഹിക്കുന്നത് ലം യുദ്കർ, അവൻ പ്രശസ്തി ലഭിക്കുകയില്ല. അവന്റെ പ്രശസ്തി കുറയാണ് ചെയ്യുക. ചിലപ്പോൾ താൽക്കാലികമായിട്ട് ആളുകൾ അറിയും, പക്ഷെ ദീർഘകാലാടിസ്ഥാനത്തിൽ അവന്റെ പ്രശസ്തി നഷ്ടപ്പെടുകയാണ് ചെയ്യുക. വമൻ കരിഹ അൻ യുദ്കർ, ആരാണോ പ്രശസ്തി വെറുക്കുന്നത് യുദ്കർ, അവൻ അള്ളാഹു പ്രശസ്തി കൊടുക്കും. നിങ്ങൾ ആലോചിച്ചാൽ അറിയാം, ഏത് ഉലമാക്കളും കൂടുതൽ അറിയപ്പെട്ട പണ്ഡിതന്മാരൊക്കെ അവർ അങ്ങേയറ്റത്തെ ഇഖ്ലാസുള്ള ആൾക്കാരായിരിക്കും. അവരുടെ ജീവിതത്തിൽ അവരുടെ ഇഖ്ലാസിന്റെ നിരവധി രംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇഖ്ലാസുള്ള പ്രശസ്തി ആഗ്രഹിക്കാത്ത ആളുകളെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുക. عن أحمد ابن عاصم الأنطاكي رحمه الله قال الخير كله أن تزوى عنك الدنيا, ഖൈർ മുഴുവൻ, എല്ലാ ഖൈറും ഉള്ളത് എന്തിലാണ്? അൻ തുസ്വ അൻക ദുനിയ, ദുനിയാവ് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ദുനിയാവ് ഉണ്ടായാൽ, ഒരാൾക്ക് സമ്പത്തുണ്ടായിട്ട് നന്ദി കാണിച്ച് നന്നായി ജീവിക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. ദാരിദ്ര്യത്തിൽ ക്ഷമിക്കുന്നതിനേക്കാൾ പ്രയാസമാണ് സമ്പത്തുണ്ടായിട്ട് അതിൽ ദീനിൽ നിന്ന് തെറ്റാതെ പിടിച്ചു നിൽക്കുക എന്നുള്ളത്.
ദുനിയാവ് കുറച്ച് കുറയുക എന്നുള്ളതാണ് ഖൈർ. വതുസ്റഫ അൻക വുജൂഹുന്നാസ്, ജനങ്ങളുടെ മുഖങ്ങൾ നിന്നിൽ നിന്ന് തെറ്റിപ്പോവുക, അഥവാ പ്രശസ്തി ഇല്ലാതിരിക്കുക, നിന്റെ ചുറ്റും ആൾ കൂടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അനിബിൽ മുബാറക് റഹിമഹുല്ലാ ഖാല ലി സുഫിയാൻ അസ്സൗരി, ആലോചിച്ച് നോക്കൂ, ഇമാം സുഫിയാൻ അസ്സൗരി വലിയ ഇമാം, അദ്ദേഹം അബ്ദുല്ലാഹിബിൻ മുബാറക്കിന് കൊടുക്കുന്ന ഉപദേശമാണ്. അബ്ദുല്ലാഹിബിൻ മുബാറക്ക് താബിഈങ്ങളിൽപ്പെട്ട വലിയ ഇമാമാണ്. ഈ രണ്ട് ഇമാമിയങ്ങൾ പരസ്പരം കൈമാറുന്ന ഉപദേശമാണ്. ഇയ്യാക വശുഹ്റ, പ്രശസ്തി നീ സൂക്ഷിക്കുക. ഇന്നിപ്പോൾ നമ്മൾ ചെറിയ ചെറിയ ദീന് പഠിക്കുന്ന അല്ലെങ്കിൽ പിന്നെ വേണ്ട രൂപത്തിൽ പഠിക്കുക പോലും ചെയ്യാത്ത ആൾക്കാരായിരിക്കും. പരസ്പരം ഈ ഒരു വാക്ക് പറഞ്ഞാൽ, നീ പ്രശസ്തി സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ദേഷ്യം പിടിക്കും. ഞാൻ അങ്ങനെ ഒരു പ്രശസ്തി ആഗ്രഹിക്കുന്ന ആളാണോ എന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കും. ഈ ഒരു സംസ്കാരം നമ്മുടെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കണം. പരസ്പരം തനാസുഹ എന്നുള്ളത്, നസീഹത്ത് കൊടുക്കുക എന്നുള്ളത്. ഇയ്യാക വശുഹ്റ, ഷുഹറത്ത് നീ സൂക്ഷിക്കുക. ഫമാ അതൈതു അഹദൻ, നോക്കൂ നിങ്ങൾ, ഫമാ അതൈതു അഹദൻ ഇല്ലാ വഖദ് നഹാ അനി ഷുഹ്റ, ഞാൻ ഇൽമു പഠിക്കാൻ വേണ്ടി ഒരു ഷെയ്ഖിന്റെ അടുത്തും പോയിട്ടില്ല. സുഫിയാൻ അസ്സൗരിക്ക് ഒരുപാട് മശായിഖന്മാരുണ്ട്. ഒരു മുഹദ്ദിസിന്റെ അടുത്തും ഒരു ഇമാമിന്റെ അടുത്തും ഞാൻ പോയിട്ടില്ല. ഇല്ലാ വഖദ് നഹാ അനി ഷുഹ്റ, ഷുഹറത്ത് വിലക്കിയിട്ടല്ലാതെ, നീ പ്രശസ്തി സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടല്ലാത്ത ഒരു ഷെയ്ഖും എനിക്കില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഉപദേശം തന്റെ ശിഷ്യനോട് അബ്ദുല്ലാഹിബിൻ മുബാറക് റഹിമഹുല്ലയോട് അദ്ദേഹം പറഞ്ഞത്. عن شعبة بن الحجاج رحمه الله, വലിയ മുഹദ്ദിസാണ് ശുഅബത്ത് ബിൻ ഹജ്ജാജ് അബുൽ ബിസ്താം റഹിമഹുല്ലാ. ഖാല, അദ്ദേഹം പറഞ്ഞു, മാ റഅയ്തു അഹദൻ യത്ലുബുൽ ഹദീസ്, ഹദീസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെയും ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം വലിയ മുഹദ്ദിസാണ്, ജർഹ് വ തഅദീലിന്റെ ഇമാമാണ് ശുഅബത്ത് ബിൻ ഹജ്ജാജ്. അദ്ദേഹം പറയുകയാണ്, ഒരു മുഹദ്ദിസിനെയും അല്ലെങ്കിൽ ഒരു ഹദീസ് വിദ്യാർത്ഥിയെ ഞാൻ കണ്ടിട്ടില്ല. അഖൂലു ഇന്നഹു യുരീദു ബിഹി വജ്ഹ അല്ലാഹ്, അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ചിട്ടാണ് ഇവൻ പഠിക്കുന്നത് എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന അത്ര ഇഖ്ലാസുള്ള ഒരു വിദ്യാർത്ഥിയെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ വളരെ അങ്ങേയറ്റത്തെ ഇഖ്ലാസിനെ കുറിച്ചായിരിക്കും പറയുന്നത്. ഒരു നിലക്കും ഇല്ലാത്ത, പ്രശസ്തി തീരെ ആഗ്രഹിക്കാത്ത അങ്ങനെയുള്ള ഒരാളെയും എനിക്ക് പറയാൻ സാധിക്കില്ല. ഇല്ല ഹിഷാമു അദ്ദസ്തവായി റഹിമഹുല്ലാ, ഹിഷാം അദ്ദസ്തവായി റഹിമഹുല്ലാ ഒഴികെ. ഫകാന യഖൂലു ലനാ, അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ലൈത അന്ന നൻജു മിൻ ഹാദൽ ഹദീസി കിഫാഫൻ ലാ അലൈന വലാ ലനാ. അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു, ഹിഷാം അദ്ദസ്തവായി റഹിമഹുല്ലാ, അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു, ഈ ഹദീസ് പഠിച്ചതിൽ നിന്ന് കുറ്റമില്ലാതെ രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. ഹദീസ് പഠിച്ചതിന്, എത്ര ഹദീസ് പഠിച്ച വലിയ മുഹദ്ദിസാണ് ഹിഷാം അദ്ദസ്തവായി. എത്രത്തോളം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ സീറയിൽ കാണാം, അദ്ദേഹം മരിക്കുന്നത് ഹദീസിന്റെ വിദ്യാർത്ഥികൾ, ഹദീസ് പഠിക്കാൻ വേണ്ടി വരുന്ന ആളുകൾ തിരക്ക് കൂട്ടിയിട്ട് അദ്ദേഹം വാഹനപ്പുറത്ത് നിന്ന് വീണ്ടാണ് മരിച്ചുപോയത്. ഇത്രമാത്രം ആളുകൾ അദ്ദേഹത്തിന്റെ അടുത്ത് കൂടിയിരുന്ന വലിയ പണ്ഡിതനാണ്, മുഹദ്ദിസാണ്. അദ്ദേഹം പറയുകയാണ്, ഇത്ര ഹദീസൊക്കെ പഠിച്ചതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു, കൂലിയും വേണ്ട കുറ്റവുമില്ല, അങ്ങനെയുള്ള അവസ്ഥയിൽ രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. ഖാല ശുഅബ, അപ്പോൾ ശുഅബത്ത് ബിൻ ഹജ്ജാജ് പറയുകയാണ്, ഫഇദാ ഹാദാ ഹിഷാം ഫകൈഫ നഹ്നു, അദ്ദേഹം എങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയാനാണ് എന്ന് ശുഅബത്ത് ബിൻ ഹജ്ജാജ് റഹിമഹുല്ലാ. അങ്ങനെയാണെങ്കിൽ ശുഅബത്ത് ബിൻ ഹജ്ജാജ് അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മളൊക്കെ പിന്നെ ഇൽമുമില്ല, അതുപോലെ തന്നെ ഇബാദത്തിന്റെ കാര്യത്തിലും പിന്നിൽ, അങ്ങനെയുള്ള നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ഇഖ്ലാസിനെ കുറിച്ച് നമ്മൾ കാര്യമായി ചിന്തിക്കേണ്ടതുണ്ട്. അൻ ഇബ്രാഹിം ബിൻ അദ്ഹം റഹിമഹുല്ലാ ഖാല, മൻ തലബൽ ഇൽമ ഖാലിസൻ ലിയൻതഫിഅ ബിഹി വയൻഫഅ നഫ്സഹു, ആരാണോ ഇഖ്ലാസോടെ ഇൽമ പഠിക്കുന്നത്, ഇഖ്ലാസോടെ ഇൽമ പഠിക്കുക എന്ന് പറഞ്ഞാൽ ലിയൻതഫിഅ ബിഹി, ഒന്നാമത് അവനവന് ഉപകാരം ഉണ്ടാകാൻ വേണ്ടി. ഇൽമ പഠിച്ചാൽ എനിക്ക് ഖുശൂ ഉണ്ടാകും, എനിക്ക് അള്ളാഹിനോട് പേടി ഉണ്ടാകും, എനിക്ക് ദീനിന്റെ നിയമങ്ങൾ അനുസരിക്കാൻ പറ്റും, അതിനുവേണ്ടി പഠിച്ചതാരാണോ. വയൻഫഅ നഫ്സഹു, സ്വന്തം നഫ്സിന് ഉപകാരം കിട്ടാൻ വേണ്ടി. കാനൽ ഖുമൂലു അഹബ്ബ ഇലൈഹി മിനത് തതാവുൽ, നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള ഒരാൾക്ക് ഖുമൂലായിരിക്കും താല്പര്യം, അറിയപ്പെടാതെ ജീവിക്കാനായിരിക്കും താല്പര്യം. ഫദാലിക്കല്ലദി യസ്ദാദു ഫീ നഫ്സിഹി ദുല്ലൻ, അവനെപ്പോഴും വിനയം കൂടിക്കൊണ്ടിരിക്കും. ഇൽമ പഠിക്കുന്നതനുസരിച്ച് അവന്റെ താഴ്മ കൂടിക്കൊണ്ടിരിക്കും. ഒരു ഇൽമ കിട്ടിയാൽ അഹങ്കാരമല്ല, വിനയമാണ് കൂടുക. വഫിൽ ഇബാദത്തി ഇജ്തിഹാദൻ, ഇബാദത്തിൽ അവന്റെ പരിശ്രമം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇൽമ പഠിക്കുന്നതനുസരിച്ച് അവൻ ഇബാദത്ത് കൂടുതൽ ചെയ്യും. വമിനല്ലാഹി ഖൗഫൻ, അള്ളാഹുവിനെ കുറിച്ച് പേടി കൂടും. വഇലൈഹി ഇഷ്തിയാഖൻ, അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ആഗ്രഹം വർദ്ധിക്കും. വഫിന്നാസി തവാദുഅൻ, ജനങ്ങളോട് വിനയം കൂടിക്കൊണ്ടിരിക്കും. അനിൽ ഔസാഇ റഹിമഹുല്ലാഹ് അന്നഹു ഖാൽ, അസ്സുഹ്ദു ഫിദ്ദുനിയ തർക്കുൽ മഹ്മദ വതഅമൽ അമല ലാ തുരീദു അൻ യഹ്മദക അന്നാസു അലൈഹി. ദുനിയാവിൽ യഥാർത്ഥ സുഹുദ് എന്ന് പറഞ്ഞാൽ പ്രശസ്തിയോടുള്ള സുഹുദാണ്. നമ്മൾ സാധാരണ വിരക്തി എന്ന് പറയുമ്പോൾ ഒരാൾക്ക് പണത്തിനോട് ആഗ്രഹം ഉണ്ടാവില്ല, മറ്റുള്ള ശഹവത്തോട് ആഗ്രഹം ഉണ്ടാവുകയില്ല, പക്ഷെ പ്രശസ്തി ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പൊ ഏറ്റവും വലിയ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ, ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞാൽ പ്രശസ്തിയോടുള്ള വ്യക്തിയാണ്. അറിയപ്പെടണം എന്ന ചിന്ത മനസ്സിലില്ലാതിരിക്കുക എന്നുള്ളതാണ്. അനിർ റബീ റഹിമഹുല്ലാഹ് ഖാല സമിഅതു ശാഫിഈ യഖൂൽ വദിത്തു അന്ന الناس തഅല്ലമു ഹാദൽ ഇൽമ, നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ഇമാം ഷാഫിയുടെ ഖൗല് വായിച്ചതാണ്. ഞാൻ എഴുതിയിട്ടുള്ള ഈ ഇൽമൊക്കെ ജനങ്ങൾ സ്വന്തമായി അറിഞ്ഞിരുന്നെങ്കിൽ, എൻ്റെ കിതാബുകളൊക്കെ ജനങ്ങളെല്ലാവരും
അറിഞ്ഞിരുന്നെങ്കിൽ, അതിലുള്ള ഇൽമ് എല്ലാവർക്കും കിട്ടിയിരുന്നെങ്കിൽ ഹത്ത അല അല്ല യുൻസബ ഇലയ്യ മിൻഹു ഷൈ, അങ്ങനെയാണെങ്കിൽ ഇത് ശാഫിഈയുടെ ഖൗലാണ് എന്നാരും പറയില്ലല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അൻ അബി ഇസ്ഹാഖ് അൽ ഫസാരി റഹിമഹുല്ലാഹ് ഖാല ഇന്ന മിനൻ നാസി മൻ യുഹിബ്ബു സനാഅ അലൈഹി, ചില ആളുകൾ പ്രശസ്തി ആഗ്രഹിക്കും, എന്നെ ആളുകൾ പുകഴ്ത്തണമെന്ന് ആഗ്രഹിക്കും. വമാ യുസാവി ഇൻദല്ലാഹി ജനാഹ ബഊള, അള്ളാഹുവിന്റെ അടുക്കൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും അവൻ ഉണ്ടാവുകയില്ല. അപ്പോൾ ഇതാണ് ഈ അധ്യായത്തിൽ അവസാനമായി കൊടുത്തിട്ടുള്ള അസർ. അത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ചിലപ്പോൾ നമ്മൾ പ്രശസ്തി ആഗ്രഹിക്കും, ആളുകളിൽ നിന്ന് സനാ, അവരെന്നെ പുകഴ്ത്തണം, ബഹുമാനിക്കണം എന്നൊക്കെ ആഗ്രഹിക്കും. പക്ഷെ അള്ളാഹുവിന്റെ അടുത്ത് നമ്മുടെ വില എന്തായിരിക്കും? ഒന്നും ഉണ്ടാവുകയില്ല. അള്ളാഹുവിന്റെ അടുത്ത് നമ്മുടെ വില കൂട്ടാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അത് ഇഖ്ലാസ് കൊണ്ടാണ് ഉണ്ടാവുക. ഒരാൾക്ക് എത്രത്തോളം ഇഖ്ലാസ് ഉണ്ടോ അത്രത്തോളം അള്ളാഹിന്റെ അടുത്ത് വില ഉണ്ടാവും. അങ്ങനെ അള്ളാഹുവിന്റെ അടുത്ത്, അവന്റെ മലക്കുകളുടെ ഇടയിൽ, അവിടെയൊക്കെ നമുക്ക് സ്വീകാര്യത ഉണ്ടാവാൻ ശ്രമിക്കണം. ഒരു ഹദീസ് അറിയാലോ, അള്ളാഹു ഒരു അടിമയെ സ്നേഹിച്ചാൽ നാദാ ജിബ്രീലിനെ വിളിച്ചിട്ട് പറയും, ഇന്നി യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബഹു, ഞാൻ ഇന്ന ആളെ ഇഷ്ടപ്പെടുന്നുണ്ട്, നീ അവനെ ഇഷ്ടപ്പെടുക എന്ന് പറയും. ജിബ്രീൽ അലൈഹി സ്വലാമിനെ ഇഷ്ടപ്പെടും. അങ്ങനെ മലക്കുകൾ ഇഷ്ടപ്പെടും. പിന്നീട് ഭൂമിയിൽ അവൻ അള്ളാഹു സ്വീകാര്യത നൽകും. അപ്പോൾ അള്ളാഹുവിന്റെ അടുത്തുള്ള സ്വീകാര്യത, അവന്റെ അടുത്തുള്ള അംഗീകാരം, അവന്റെ അടുത്തുള്ള പ്രശസ്തി, അതായിരിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നത്. അതാണ് ഈ ബാബിന്റെ ചുരുക്കം. ഇൻഷാ അല്ലാഹ് അടുത്ത ബാബുകൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ വായിക്കാം. അല്ലാഹു തആല നമുക്ക് അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.